എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഹെവി വോളറ്റൈൽ ദിവസമായിരുന്നു മാർക്കറ്റ്. വലിയൊരു ട്രേഡബിൾ ആക്ഷൻസ് ഒന്നും മാർക്കറ്റിൽ കണ്ടില്ല. നിങ്ങൾ നോക്കിയറിയാം, മിഡ് ക്യാപ്പ് ഫസ്റ്റ് ഓപ്പണിംഗ് തന്നെ നമ്മുടെ ബുള്ളിഷ് റഫറൻസിന് അവിടെ തന്നെ ഓപ്പൺ ചെയ്ത് ബെയറിഷ് റഫറൻസ് പൊട്ടി ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് തന്നായിരുന്നു. ബാങ്ക് നിഫ്റ്റി ബുള്ളിഷിന് മുകളിൽ ഓപ്പൺ ചെയ്ത് R1 അടിച്ചു, താഴേക്ക് ഇറങ്ങി വന്ന് ഇന്നലത്തെ POC പോലും ടച്ച് ചെയ്തിട്ടില്ല. ആ 59,300 ഭാഗത്തൊക്കെ തന്നെ കൃത്യമായിട്ട് കളിച്ചു. ബാങ്ക് നിഫ്റ്റി ഇന്ന് പ്ലസ് ആയിരുന്നു, മിഡ് ക്യാപ്പും നിഫ്റ്റി മാത്രമേ ഉള്ളൂ മൈനസ് ആയിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി നോക്കിയാൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി, പിന്നെ താഴേക്ക് ഇറങ്ങി വന്ന് പിന്നെ ഒരു ബുള്ളിഷ് റഫറൻസ്, പിന്നെ വന്നിരിക്കുന്ന ഇതിന് മുകളിലാണ് ബൈ വരുന്നത്. അത് ട്രിഗർ ആയിട്ടില്ല, ആക്ച്വലി തിരിച്ച് താഴേക്ക് ഇറങ്ങി നമ്മൾ ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സ് ട്രേഡ് സെറ്റപ്പ് വന്നായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ റഫറൻസ് ലെവലിൽ താഴെ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് POCയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നിഫ്റ്റി എന്ന് വ്യക്തമായി ഇന്നലത്തെ പറഞ്ഞായിരുന്നു. അതുകൂടാതെ ഞാൻ പറഞ്ഞു 25,800 പുട്ട് വാങ്ങിച്ചിട്ട് 25,700 പുട്ട് വിറ്റ് ചെയ്ത് ആ ഒരു സ്പ്രെഡ് ട്രേഡ് എടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂട്രൽ സ്റ്റീം ട്രേഡ് സെറ്റപ്പ് പ്രകാരം അതൊന്നും കിട്ടില്ല, പ്രോഫിറ്റ് കിട്ടി. നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ മെന്ററിങ്ങിന്റെ ബാച്ചിലുള്ളവർക്കും നമ്മുടെ കൂടെ ലൈവായി ട്രേഡ് ചെയ്യുന്നവർക്കെല്ലാം ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആയിട്ടാണ് നമുക്ക് എൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റി ഇത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മാർക്കറ്റ് പ്രൊഫൈലിന് സെറ്റപ്പ് ഫേസ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഒരു ട്രേഡ് കിട്ടിയ ഒരു ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് പ്യുവർലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ഒരു OR ആയിരുന്നു, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ആശം വന്നത്. താഴേക്ക് ഇറങ്ങി വന്ന് അത് OTD പോലൊക്കെ ഫോം ചെയ്തു. തിരിച്ചൊരു OTD ഡൗൺ ആയിരുന്നു, ഒരു OTD ഡൗൺ വിത്ത് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. POC ഫോം ചെയ്ത് നിൽക്കുന്ന 25,754 ഭാഗത്താണ് POC നിൽക്കുന്നത്. സോ ഇത് ഞാൻ ആദ്യം എന്ത് ചെയ്യാം, നിഫ്റ്റിയുടെ ആ POC ഒന്ന് തട്ടി മുകളിലോട്ട് കയറ്റി എങ്ങോട്ട് മാറ്റാം? 25,755 ഭാഗത്തേക്ക് ആ POC ഒന്ന് മുകളിലോട്ട് കൊണ്ടുവന്നു. എന്റെ ബുള്ളിഷ് റഫറൻസിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. 25,845 മുകളിൽ തന്നെയാണ് ബുള്ളിഷ് റഫറൻസ്. ഫസ്റ്റ് ടാർഗറ്റ് 25,890, സെക്കൻഡ് ടാർഗറ്റ് 25,932, തേർഡ് ടാർഗറ്റ് 25,985 വരും. നാളെ സെൻസെക്സിന് എക്സ്പയർ ചെയ്യും, കാരണം 15-ാം തീയതി വ്യാഴാഴ്ച നമ്മുടെ ബോംബെയിലെ മുനിസിപ്പൽ ഇലക്ഷൻ ആണ്. ആ ഇലക്ഷൻ ഉള്ളതുകൊണ്ട് അന്ന് മാർക്കറ്റൊക്കെ ഹോളിഡേ ആണ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് നാളെ സെൻസെക്സിന്റെ എക്സ്പയറി നാളത്തേക്ക് പ്രീപോൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം ഹെവി ഒരു വോളറ്റൈൽ മാർക്കറ്റ് വേണമെങ്കിൽ കാണാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി എന്റെ ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 25,660 താഴെ 650 താഴെ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. എത്രയാണ്? 25,650 താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,600, ഫസ്റ്റ് ടാർഗറ്റ് 25,600 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 25,600 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് താഴെ നിൽക്കുമ്പോൾ ഈ ഒരു റെഫറൻസ് ലെവൽ 25,558, 25,558, 25,558 ഭാഗത്തേക്ക് സെക്കൻഡ് ടാർഗറ്റ് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ 25,500 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോണിലേക്ക് വരാം. ഇതിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നിഫ്റ്റി 25,845 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 26,000 വരെ പോകാനുള്ള ചാൻസ് ഈ ഒരു POC ടെസ്റ്റ് ചെയ്യാം. എവിടെയാണ്? ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് വന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല എങ്കിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങി ഈ 25,500 ഭാഗത്തേക്ക് തന്നെ വരാനുള്ള ചാൻസാണ് ഞാൻ നിഫ്റ്റിയിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് കാണുന്നത്. സോ ഇതാണ് നിഫ്റ്റിയുടെ ആ റെഫറൻസ് ലെവൽ ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ഇതിനൊരു ബാലൻസ് ആയിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. 59,540 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത്. 59,540 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റഫറൻസിന് ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. 59,713 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 59,713 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 59,829 ഭാഗത്തേക്ക് വരും. 59,829 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 59,920, 59,920, 59,920 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 60,000 എന്ന് പറഞ്ഞാൽ ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്.
ഈ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 59,300 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് 59,300 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇന്നത്തെ ലോയ്ക്ക് താഴെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 59,180 ഭാഗത്തേക്ക് 59,189 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് 59,040 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ POC 59,040 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 58,955 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ റെഫറൻസ് ലെവലായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പിന്റെ റെഫറൻസ് ലെവൽസ്. സോ മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ചെറിയൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് വന്നു, തിരിച്ചൊരു ഫ്ലാറ്റ് ഡേ. ഞാൻ പറഞ്ഞൊരു ഫ്ലാറ്റ് ഡേ ആയിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. POC വന്നേക്കുന്ന 13,626 ഭാഗത്തേക്ക് POC വന്നിരിക്കുന്നു. 13,626 ഭാഗത്തേക്ക് POC വന്നിരിക്കുന്നു. ബെയറിഷ് റഫറൻസിന് ഒരു ചേഞ്ചസ് ഇപ്പോഴും ഇല്ല. 13,576 താഴെ സെല്ലിംഗ് ആണ്. 13,526, 13,480, 13,440 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ബുള്ളിഷ് റഫറൻസിന് കുറച്ച് ചേഞ്ച് ഉണ്ട്. 13,800 മുകളിൽ മാത്രം ബുള്ളിഷ് റഫറൻസ് സെയിം ആണ്. 13,797 മുകളിൽ ബൈ ആണ്. 852 ഫസ്റ്റ് ടാർഗറ്റ്, 900 സെക്കൻഡ് ടാർഗറ്റ്, 940 തേർഡ് ടാർഗറ്റ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിക്ക് മാത്രമേ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ വരാമുള്ളൂ. ബാങ്ക് നിഫ്റ്റിക്ക് മിഡ് ക്യാപ്പിന് ഒരു ബാലൻസ് ഡേ ആണ്. ഇപ്പൊ ഈ ഒരു റെഫറൻസ് ലെവൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കിടിലമായിട്ട് ഒരു പ്രോഫിറ്റബിലിറ്റി ഉള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രേഡ് വീഡിയോ ടേക്ക് കെയർ ആൻഡ് ബൈ.